മഴത്തൊരു മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രൻ അലീനയെടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം ശരിയായത് നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം. എന്നാൽ അവിടെ നിന്ന് സ്റ്റാൻഡിൽ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ പാവമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആദ്യം പേടി തോന്നി. അത് അറിയാത്ത ആളല്ലേ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എന്തായാലും മോൾക്ക് അവിടെ സുരക്ഷിതമായിട്ട് കഴിയാം. അതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട് അലീനയുടെ അടുത്ത്. അങ്ങനെ അലീന ശരണ്യയുടെ അടുത്ത് യാത്ര പറയാൻ വേണ്ടി പോകുന്നുണ്ട്. ശരണ്യയുടെ വീട്ടുകാരെ കണ്ടതും സങ്കടമൊന്നും സഹിക്കാൻ വയ്യാതെ ശരണ്യയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെയൊക്കെ ഒരുപാട് മിസ് ചെയ്യും. ഞാനാണെങ്കിൽ എത്രമാത്രം സ്നേഹിക്കുന്നവരാണോ എന്നറിയാമോ നിങ്ങൾ. പക്ഷേ എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ ഒരു പോക്ക് ഒരു വല്ലാത്തതായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സമ്മാനം തന്നെ എനിക്ക് തിരിച്ചു തന്നതാ ചേച്ചി. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എൻ്റെ പുതിയ ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുവന്നതും ചേച്ചിയാണ്. അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഇനി ഒരു തിരിഞ്ഞു നോട്ടം ഇനിയില്ല. അത് ചേച്ചിയുടെ ആ ഒരു സ്നേഹത്തിൻ്റെ പേര് മാത്രമാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അലീനയുടെ കണ്ണ് നിറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഇനി കാണുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഞാൻ ഇടയ്ക്ക് വിളിക്കും. നിങ്ങളാരെയും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ശരണ്യയുടെ അമ്മയും അച്ഛനും പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നതിന് ഞങ്ങൾക്കൊരു വിരോധവുമില്ല. അവിടെ നിൽക്കുന്നില്ല എങ്കിൽ ഇവിടെ നിൽക്കുന്നതിന് മോൾക്ക് വിരോധമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളെ ഈ നല്ല മനസ്സിനെ ഞാൻ നന്ദി പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് തന്നെ പോകണം. ദൂരത്തേക്ക് തന്നെ പോകണം. അതാ എൻ്റെ ഒരു ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് പറയുക, ദൂരത്തേക്ക് തന്നെ പോകേണ്ട കാര്യം എന്താ? അത് മാത്രം എന്ത് തെറ്റാ ചേച്ചി ചെയ്തത് എന്നൊക്കെ ശരണ്യ ചോദിക്കുന്നുണ്ട്. അത് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും ഞാനത് പിന്നെ ഒരിക്കലും നിങ്ങൾ അറിയുന്ന ഒരു ദിവസം ഉണ്ടാവും. അന്ന് എന്നെ വിളിച്ച് ഇതുപോലെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും മനസ്സിലാവാതെ ശരണ്യ പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ എൻ്റെ ഒരു ചേച്ചിയെ നഷ്ടപ്പെടുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ തോന്നല, ഞാൻ വിളിക്കും. പിന്നെ കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. കുറച്ച് ദൂരത്തേക്കാണ്. പിന്നെ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ എന്നെ വന്ന് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മോളുടെ പഠിത്തത്തിന് ഒന്നിനും ഒരു കുറവും വരില്ല. എല്ലാം ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. നല്ലതുപോലെ പഠിക്കണം. ഇനി പഴയതിനെക്കുറിച്ച് ചിന്തിക്കുകയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അലീന ഉപദേശിക്കുന്നുണ്ട് ശരണ്യയെ. അങ്ങനെ അവിടുന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഫോൺ വിളിക്കുന്നത് രേവതിക്കുട്ടിയാണ്. രേവതിക്കുട്ടി വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. പക്ഷേ ഞങ്ങളെ വീട്ടിലും ഇവിടെ നിൽക്കാമായിരുന്നു. പക്ഷേ ഒന്നിനും താല്പര്യം കാണിക്കാതെ എന്തുകൊണ്ടാണ് പോകുന്നതെന്ന് എനിക്ക് ഇത്രയും ദിവസമായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യമേ ഉള്ളൂ, ഞങ്ങൾക്കിനിയും കാണണം. ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ട് ചേച്ചി കാണാൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ നിങ്ങളുടെ സന്തോഷം മാത്രം മതി എനിക്ക് എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ തിരിച്ച് എല്ലാവരും എത്തിയപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട് അലീനടുത്ത്, എല്ലായിടത്തും യാത്ര പറഞ്ഞു വന്നല്ലോ. പക്ഷേ നമ്മളടുത്ത് എന്താ ഒരു യാത്രയൊന്നും പറയാത്തത്? നമ്മളെ കാണുമ്പോൾ ഇപ്പോൾ എപ്പോഴും സങ്കടമാണല്ലോ. എന്ത് ചിരിച്ച മുഖത്തോടെയായിരുന്നു കണ്ടിരുന്നത്. അതുമാത്രമല്ല, കളിയും ചിരിയായിട്ട് ദിവസങ്ങൾ പോയതുപോലും അറിഞ്ഞില്ല. പക്ഷേ ഇനി ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുക്കളയിൽ നിന്ന് ബബിത മാറിയെന്ന് കരയുന്നുണ്ട്. ഞങ്ങളെ കൂടപ്പിറപ്പെന്ന് വിചാരിച്ചു, എപ്പോഴും ഞങ്ങളെ കൂടെ കാണുമെന്ന് വിചാരിച്ചതാ. പക്ഷേ ഇങ്ങനെ ഒരു തിരിച്ചുപോക്ക് ഞങ്ങളെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അലീന പറയുന്നുണ്ട്, നിങ്ങളൊരിക്കലും വിഷമിക്കരുത്. ഞാൻ നിങ്ങളെ കൂടെ തന്നെയുണ്ട്. എൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ് നിങ്ങൾ. അതിന് ഒരു സംശയവുമില്ല. പക്ഷേ പിന്നെ എന്തിനാ ഇവിടുന്ന് പോകുന്നേ? അത് അറിയാലോ. അമ്മ ഇവിടെ വരണമെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകണം. ഞാൻ കാരണം ഒരു കുടുംബം നശിക്കാൻ പാടില്ല. അതെനിക്കൊരു ഏറ്റവും വലിയ വേദനയുള്ള കാര്യമാണ് ഇന്നും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകുന്നോ അത്രയും നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അച്ഛൻ പറഞ്ഞു നാളെ തന്നെ പോകണമെന്നാണ്. എന്തായാലും നാളെ പോകുന്നതിന് മുമ്പായിട്ട്
എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ആ ഷൈനിയുടെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാനുള്ളത്. ഞാനിവിടെ ജോലി ചെയ്ത പൈസ അവിടത്തേക്ക് കൊടുക്കണമെന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വേലക്കാരിയായിട്ടല്ലേ ഇവിടെ വന്നത്. അത് ഞാനൊരു ഇപ്പം പോണതും വേലക്കാരിയായിട്ടാണ്. പക്ഷേ ഒരു കാര്യം, ഞാനൊന്നിനും കണക്ക് പറഞ്ഞ് വാങ്ങുന്നതല്ല. ആ കുട്ടിയുടെ ഒരു ബുദ്ധിമുട്ട് കാരണം എനിക്കായിട്ട് സഹായിക്കാൻ കഴിയുന്നത് ഞാൻ കൊടുക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ആരും വിഷമിക്കരുത്, അത് ഉപേക്ഷ വരികയും ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് ഞാൻ കൊടുത്തിരിക്കും ചേച്ചി എന്ന് രോഹിത് പറയുന്നുണ്ട്. കൊടുക്കണം, എന്നാലേ നല്ലത് വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്, ആരും വിഷമിക്കരുത്. തിരിച്ച് നിങ്ങളുടെ അമ്മ വീട്ടിലോട്ട് വരും. പിന്നെ ഞാനിടയ്ക്ക് ഞാൻ വരും, നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് മനു വരുന്നുണ്ട്. മനു പറഞ്ഞു, യാത്രയൊക്കെ പറഞ്ഞ് എല്ലായിടത്തും പോയല്ലോ, പക്ഷേ എനിക്ക് നിന്നെ ഒരിക്കലും വിട്ടുമാറാൻ പറ്റില്ല. ഞാൻ നിന്നെ ഒരിക്കലും മറക്കുകയില്ല. എന്നെ നീ മറന്നാലും ഞാൻ നിന്നെ തേടിയെത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഒരു വഴിയുമില്ല. ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുക. പക്ഷേ ഒരു കാര്യമുണ്ട് എന്ന് മനു പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഞാൻ തന്നെ അങ്ങോട്ട് എല്ലാവരെയും കൂട്ടി വരും. വന്നിട്ട് ആലോചിച്ച് എല്ലാം ശരിയായ ശേഷം നിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും. അതാ ഞാൻ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നൊക്കെ അലീനടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് മനു ആണെങ്കിൽ അലീൻ്റെ കൈ പിടിച്ച് പറയുക, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് നിന്നെ എനിക്കിഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അലീനയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറയുന്നുണ്ട്. എന്നിട്ട് പറയുക, ഞാനാണെങ്കിൽ പോവാൻ മനസ്സുണ്ടായിട്ടല്ല, പക്ഷേ മനുഷ്യന് എല്ലാം അറിയാമല്ലോ. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. ഇതൊക്കെ കേട്ടിട്ട് മനു പറയുന്നുണ്ട്, കുഴപ്പമില്ല, എനിക്ക് പകുതി വെച്ച് പോകുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു വിഷമം, അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു നോട്ടം കൊണ്ടും ഒരു ചിരി കൊണ്ടും മാത്രമേ നമ്മൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചിട്ടുള്ളൂ. ഒരു തുറന്നു പറച്ചിൽ ഇതാദ്യമായിട്ടാണ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അലീനയുടെ അടുത്ത്. അലീന ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ പരസ്പരം ഇഷ്ടമാണെന്ന് എനിക്ക് നിനക്കും അറിയാം. ഇത് എന്നും ഇതുപോലെ ആയിരിക്കണം, അതാ എൻ്റെ ആഗ്രഹം എന്ന് മനു പറയുന്നുണ്ട് അലീനയുടെ അടുത്ത്. അങ്ങനെ ബാലചന്ദ്രനെ കാണുകയും ബാലചന്ദ്രൻ പറയുക, നാളെ തന്നെ പോകണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അലീനയും കൂട്ടി നാളെ ഞാൻ പോവും അവിടത്തേക്ക്. പക്ഷേ സ്റ്റാൻലി ജോസഫ് എന്ന നല്ലൊരു മനുഷ്യനാണ്. അവിടെ അവൾ സുരക്ഷിതമായിരിക്കും. ഞാൻ കൊണ്ടുപോകുന്നതല്ലേ. പക്ഷേ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും നല്ലതുപോലെ എൻ്റെ മകളായിട്ട് നല്ലതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇവിടുന്ന് പോകണമെന്ന് എനിക്കൊരു വല്ലാത്ത ആഗ്രഹമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ പോയി അലീനയ്ക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നാളെ ഈ ഡ്രസ്സൊക്കെ ഇട്ടാൽ നാളെ നീ എൻ്റെ കൂടെ വരേണ്ടത്. അതും ഇതുപോലെയല്ല, നല്ലതുപോലെ രാജകുമാരി പോലെ ഒരുങ്ങി വേണം എൻ്റെ കൂടെ വരാൻ. അതെൻ്റെ ഒരു ആഗ്രഹം എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് കൃഷ്ണമോള് പറയുക, എന്തിനാച്ചാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛനും ചേച്ചി ഇവിടുന്ന് പോകണമെന്നാണോ ആഗ്രഹം എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് പോകണമെന്ന് ഒട്ടും ആഗ്രഹമില്ല, പക്ഷേ ഈ സമയത്ത് അവൾ പോകുന്നത് ഏറ്റവും നല്ലതാണ്. അത് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞാൻ പറയുന്നില്ല എന്ന് കൃഷ്ണയെടുത്ത് പറയുന്നുണ്ട്. കൃഷ്ണ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതിന് എന്നാച്ചാ ഒരു ഉത്തരം കിട്ടുക? അതിന് താമസമൊന്നുമില്ല, നിൻ്റെ അമ്മയും വരട്ടെ, വരുമ്പോഴത്തേക്കും എല്ലാത്തിനും ഉത്തരം ഞാൻ തന്നെ നൽകുന്നതായിരിക്കും എന്നൊക്കെ കൃഷ്ണയുടെ പറയുന്നുണ്ട്. അതുപോലെ രോഹിത്തും എല്ലാവരും ഓരോ റൂമിലിരുന്ന് അലീനയെ ആലോചിച്ച് കരയുക. പോകുന്നതിൻ്റെ വിഷമവും പിന്നെ അതുമാത്രമല്ല ഈ വീട്ടിലുണ്ടായിരുന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു അമ്മയുടെ സ്നേഹവും ഒന്നിനൊരു കുറവില്ലാതെ എല്ലാവരെയും നോക്കിയതിനും കരുതിയതിനും എല്ലാവരും ഇപ്പോഴും അത് ഓർമ്മിച്ച് കരയുന്നുണ്ട്. ഇത് കണ്ടിട്ട് ബാലചന്ദ്രൻ അവരുടെ അടുത്ത് പോകുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? അവൾ ദൂരെയൊന്നും അല്ലല്ലോ പോകുന്നത്. എത്ര ദൂരെയായിരുന്നാലും നമുക്ക് പോയി കാണാവുന്നതല്ലേ ഉള്ളൂ. നമ്മൾ പോവും, കാണും. പക്ഷേ ഒരു നാൾ നിങ്ങൾ മനസ്സിലാക്കും ഇതാരാ അലീന എന്നുള്ളത്. എൻ്റെ മകളല്ല എന്ന് നിങ്ങൾ അറിഞ്ഞു, പക്ഷേ ഒരു സത്യം വല്ലതൊന്നുണ്ട്. അത് എന്തെന്നറിയാൻ വേണ്ടി ഇനി കുറച്ച് നിമിഷം മാത്രമേ ഉള്ളൂ. അത് നിങ്ങളും അറിയും. പക്ഷേ അതിനു മുമ്പേ അലീന ഇവിടെ കാണില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ അറിയുന്ന നിമിഷം നിങ്ങൾ ഏറ്റവും വലിയ സന്തോഷത്തിലായിരിക്കും. എനിക്ക്
അത് വിശ്വാസമാണ് എന്നൊക്കെ ബാലചന്ദ്രൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. രോഹിത് ആ സമയത്ത് പറയുക, എന്തായാലും അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാം, എന്നാലും ചേച്ചി ഇവിടുന്ന് പോകണ്ട. അത് എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ അലീന കാരണം ഇവിടുന്ന് പോയതും അതുമാത്രമല്ല അലീനയ്ക്ക് തന്നെ ഇവിടുന്ന് പോകണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്താൻ ഇവിടുന്ന് പോയതും. അത് ഞാൻ കണ്ടെത്തി. ഇനി അവൾ അവിടേക്ക് പോട്ടെ, അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ രാത്രിയാണെങ്കിൽ ബബിതയും അതുപോലെ തന്നെ കൃഷ്ണയും എല്ലാവരും കൂട്ടത്തിൽ കിടക്കുക അലീന. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ നോലോചിച്ച് കരയുന്നു ചെയ്യരുത്. ഞാൻ നിങ്ങളെ കൂടെ തന്നെയുണ്ട്. ഞാൻ എപ്പോഴും വിളിക്കും. എനിക്ക് സങ്കടമില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്ക് നല്ല സങ്കടമുണ്ട് നിങ്ങളെയൊക്കെ വിട്ടു പോകാൻ വേണ്ടി. പക്ഷേ എന്ത് ചെയ്യാനാ, ചില സാഹചര്യങ്ങൾ അത് മാത്രമാണ് എന്നെ ഇവിടെ നിന്ന് എത്തിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ അതിനോട് ഇണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എന്ന് അലീന പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ പറയുക, കൃഷ്ണയും അലീനയും, ഞാൻ ഇനി ഒരു കാര്യം നിങ്ങളടുത്ത് പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ അത് എന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഞാൻ നാളെ നല്ലതുപോലെ ഒരുങ്ങി പോകണം എന്ന് അച്ഛൻ പറഞ്ഞത്. എല്ലാം വാങ്ങിച്ചുകൊണ്ട് വച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കാണെങ്കിൽ അതിനൊരു ആഗ്രഹം തോന്നുന്നില്ല. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അതെന്താ? അത് എനിക്കിവിടെ സങ്കടത്തോടെ ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഇങ്ങനെ പോകാൻ പറ്റുമോ? എന്നാലും കുഴപ്പമില്ല, അച്ഛൻ്റെ ആഗ്രഹമില്ലേ, ചേച്ചി സഹായിച്ചു കൊടുക്കണം. നല്ലതുപോലെ ഒരുങ്ങി എല്ലാ ആഭരണങ്ങളൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങിപ്പോണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സങ്കടത്തോടെയാണ് കൃഷ്ണ അത് പറഞ്ഞെങ്കിലും അലീനയ്ക്കത് വിഷമമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാലചന്ദ്രൻ രാവിലെ എന്നത്തെ പോലെ അലീന ചായയൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇനി ആരാ എനിക്ക് ഇതുപോലെ രാവിലെ എൻ്റെ കാര്യങ്ങൾ നോക്കാനും പത്രം എടുത്തുകൊണ്ട് വരണതും എനിക്ക് ചായ തരുന്നതും എല്ലാം നീ ആയിരുന്നു. ഇനി അതൊക്കെ ഒരു ഓർമ്മ മാത്രമായിരിക്കും എൻ്റെ ജീവിതത്തിൽ. പക്ഷേ എനിക്കിവിടുന്ന് നീ പോകണമെന്ന് ഒട്ടും ആഗ്രഹമില്ല, നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞതൊന്നും മറന്നില്ലല്ലോ, രാവിലെ തന്നെ നമുക്കിവിടുന്ന് ഇറങ്ങണം. ആ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നല്ലതുപോലെ ഒരുങ്ങി, അത് ബബിതയും കൃഷ്ണയുണ്ട് ഒരുക്കം നിന്നെ. എന്നാലും അവിടെ പോയി കയറുമ്പോഴത്തേക്കും നല്ല പോലെ ആയിരിക്കണം പോവേണ്ടത്. എന്നാൽ ഒരു രാജകുമാരിയെ പോലെ ആ വീട്ടിൽ പോയി കയറണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, ഒരു ജോലിക്ക് പോകുന്ന ആൾ എന്തിനാ ഇങ്ങനെയൊക്കെ പോകുന്നേ? അത് ഇപ്പോൾ നീ മനസ്സിലാകില്ല, അത് അവിടെ ചെന്നിട്ടേ നിനക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാലചന്ദ്രനും അലീനയും എല്ലാവരുടെ യാത്ര പറഞ്ഞ് ഇറങ്ങിയാണ്. നല്ലതുപോലെ സാരിയൊക്കെ ഉടുത്ത് നല്ലതുപോലെ ഒരുങ്ങി ഒരു രാജകുമാരിയെ പോലെ തന്നെയാണ് ഇറങ്ങുന്നത്. ഇത് കണ്ടിട്ട് എല്ലാവരും കണ്ണുകൾ നിറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ യാത്ര തിരിക്കുകയാണ് സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ അവരവിടെ കാത്തിരിക്കുക, ഇവരുടെ വരവും കാത്ത്. അങ്ങനെ അവിടെ എത്തുകയും അതുപോലെ തന്നെ സ്റ്റാൻലി ജോസഫ് അതിശയത്തോടെ തൻ്റെ മകളെ നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് കണ്ണ് നിറയുന്നുണ്ട് സ്റ്റാൻലി ജോസഫിൻ്റെ. ബാക്കിയുള്ളവർ അവിടെ ജോലി ചെയ്യുന്നവരും എല്ലാവരും നോക്കി നിൽപ്പുണ്ട്, ഇതാരാ എന്നറിയാതെ. എന്നാൽ തൻ്റെ മകളാണെന്ന സത്യം വീണ്ടും തുറന്നു പറയാൻ സ്റ്റാൻലി ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട് ആ നിമിഷം. അത് ബാലചന്ദ്രനാണെങ്കിൽ അറിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്.